ജോണ്ടിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജോണ്ടിസ് എന്നുള്ളത് ഒരു അസുഖമല്ല. ആക്ച്വലി ജോണ്ടിസ് എന്നുള്ളത് ഒരു സിംറ്റം ആണ്. നമ്മുടെ ബോഡിയിൽ ബിലിറുബിൻ്റെ അളവ് കൂടുമ്പോൾ കാണിക്കുന്ന ഒരു സിംറ്റം ആണ് ജോണ്ടിസ്, അല്ലെങ്കിൽ മെഡിക്കൽ ടേബിൾ ഇക്ടറസ് എന്നൊക്കെ പറയും. നമ്മുടെ ബോഡിയിൽ യെല്ലോ പാർട്ട് കൂടുതലായിട്ട് വരിക, അപ്പോൾ നമുക്കത് വിസിബിൾ ആയിരിക്കും. അതിന് നമുക്ക് മനസ്സിലാക്കുക വെച്ചാൽ നമ്മുടെ കണ്ണിൽ നമുക്ക് യെല്ലോ കളേഴ്സ് കാണാം, നെയിൽസിൽ നമുക്ക് യെല്ലോ കളേഴ്സ് കാണാം, അതുപോലെ തന്നെ യൂറിനിൽ, സ്റ്റൂളിലൊക്കെ നമുക്ക് യെല്ലോ കളേഴ്സ് ഇനീഷ്യലി കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ആ പേഷ്യൻസിന് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവും, ഫീവർ വിത്ത് ചിൽസ് ഉണ്ടാവും, നന്നായിട്ട് ഷിവറിങ്ങോട് കൂടിയിട്ടുള്ള പനി ഉണ്ടാവും, അതോടുകൂടി തന്നെ വയർ ക്രാംസ് ഉണ്ടാവും, അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും, പിന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും, ചില ആൾക്ക് ഡയറി ആയിരിക്കും, ചില ആൾക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ സിംറ്റംസ് കണ്ടുവരാറുള്ളത്. ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ ഡിസ്കളറേഷൻസ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇനീഷ്യലി അതിനുള്ള ആന്റിബയോട്ടിക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് കണ്ടിന്യൂസ് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ബെഡ് റെസ്റ്റ്, പ്രോപ്പർ 2 weeks ബെഡ് റെസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് മാനേജബിൾ ആണ്. അതിന്റെ പുറമെ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ, ഹൈ ഷുഗർ കണ്ടൻസ്, ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഒഴിവാക്കണം. സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആ സമയത്ത് കൂടുതൽ കഴിക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് വെള്ളം ഹൈഡ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ആയിട്ടുള്ള കോഴിമുട്ട, ബീഫ്, ചിക്കൻ, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. അത് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മസാല അധികം ഉപയോഗിച്ചുള്ള കറികൾ അല്ലെങ്കിൽ മറ്റ് ഡിഷസ് ഒക്കെ ഒഴിവാക്കുക.